അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിന്റെ മോഡേൺ അറബിക് പോയട്രിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യ ഭാഗത്തിലേക്ക് കടക്കാം. അജിബ് അൻ ഖംസത്തി മിനൽ അസ്ഇലത്തിൽ ആതിയ ഫി ജുംലത്തിൻ ഔ ജുംലത്തൈൻ. താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് 5 ചോദ്യങ്ങൾക്ക് ഒരു ജുംലയിലോ അല്ലെങ്കിൽ 2 ജുംലയിലോ ആയിട്ട് ഉത്തരം എഴുതാനാണ്. ലികുല്ലി സുആലിൻ അലാമത്താനി. ഓരോ ചോദ്യങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും 2 മാർക്കുകളാണ് ലഭിക്കുക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മാഹിയ ദൗറുൽ മദാരിസി വൽ ജാമിഅത്തി ഫി നഹ്ലത്തിൽ അദബിയ്യത്തിൽ ഹദീസ. ആധുനിക സാഹിത്യ നവോത്ഥാനത്തിൽ മദാരിസുകൾക്കും ജാമിയകൾക്കുമുള്ള പങ്ക് എന്താണ് എന്നതാണ് ചോദ്യം. ഉത്തരം സാഹമത്ത് അൽ മദാരിസുൽ ഹദീസ. ആധുനിക മദ്രസകളെ സഹായിച്ചിട്ടുണ്ട്. അല്ലത്തി ഉൻഷിഅത്ത് ഉണ്ടാക്കിയതായ ഖിലാലൻ നഹ്ലത്തി നവോത്ഥാനത്തിനിടയിൽ ഖാസത്തൻ ഫി മിസ്രി വ ലബ്നാൻ, പ്രത്യേകിച്ചും മിസ്റിലും ലബ്നാനിലൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഫി നശ്രി തഅലീം പഠനത്തെ വ്യാപിപ്പിക്കുന്നതിലും വറഖി സഖാഫി അതുപോലെ സംസ്കാരത്തിന്റെ സങ്കീർണതകളൊക്കെ വ്യാപിപ്പിക്കുന്നതിലൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കമാ അദ്ദത്ത് അൽ ജാമിയാത്ത്, അതുപോലെ ജാമിയകള് യൂണിവേഴ്സിറ്റികള് നയിച്ചിട്ടുണ്ട്. അൽ കുബ്ര വലിയ യൂണിവേഴ്സിറ്റികള് മിസ്ലൽ അസ്ഹർ പോലെയുള്ള. ദൗറൻ മുഹിമ്മൻ, വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഫിൽ ഹിഫാദി, സംരക്ഷിക്കുന്നതിൽ, അലൽ ഉലൂമി, വിജ്ഞാനങ്ങൾ, വനഖലിഹ, അതുപോലെ അത് കൈമാറ്റം ചെയ്യുന്നതിലും അവർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ലിൽ അജിയാലി, തലമുറകളിലേക്ക്. മിമ്മ ദഅമൻ നഹ്ലത്തിൽ അദബിയ്യത്തിൽ ഹദീസ, ആധുനിക സാഹിത്യ നവോത്ഥാനം പിന്തുണച്ചുകൊണ്ട്. രണ്ടാമത്തെ ചോദ്യം. കൈഫ അസ്സറത്തി സിഹാഫത്തു അലൻ നഹ്ലത്തിൽ അദബിയ്യ ഫിൽ ആലമിൽ അറബി. അറബ് ലോകത്തിൽ സാഹിത്യ നവോത്ഥാനത്തിൽ പത്രങ്ങളുടെ സ്വാധീനം എങ്ങനെയായിരുന്നു എന്നതാണ്. തുഅദ്ദു സിഹാഫത്തു മിൻ അഹമ്മിൽ അവാമിൽ അല്ലത്തി സഅദത്ത് അലാ നമുൽ അദബി വഇർതിഖാഹി. തുഅദ്ദു സിഹാഫത്ത്, പത്രത്തെ എണ്ണപ്പെടുന്നുണ്ട്. മിൻ അഹമ്മിൽ അവാമിൽ, ഏറ്റവും വലിയ ഘടകമായിട്ട്, അല്ലത്തി സഅദത്ത് സഹായിച്ചിട്ടുള്ള, അലാ നമുൽ അദബി സാഹിത്യം വളരുന്നതിൽ, വഇർതിഖാഇഹി അത് ഉയർച്ചയിലേക്ക് എത്തുന്നതിനു വേണ്ടിയിട്ടും. ദാലിക അത് അന്നഹൽ മൈദാനു അതൊരു അവരുടെ ഒരു മേഖലയായിരുന്നു. അല്ലത്തി യുമാരിസു ഫീഹി അവര് പ്രാക്ടീസ് ചെയ്യുന്ന, അർബാബുൽ അഖ്ലാമി എഴുത്തുകാർ, ഫന്നഹും അവരുടെ കലകൾ അവര് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മൈതാനമായിരുന്നു സിഹാഫത്ത് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം. മൻഹും അബ്റസ് ശുഅറാഇ ലദീന സാറു അലാ നഹ്ജി മഹ്മൂദ് സാമി അൽ ബാറൂദി ഫി മദ്രസത്തിൽ ഇഹ്യാഇ വൽ ബഅസ്. മദ്രസത്തുൽ ഇഹ്യാഇ വൽ ബഅസിൽ മഹ്മൂദ് സാമി അൽ ബാറൂദിയുടെ അതേ രീതിയിൽ സഞ്ചരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കവികൾ ആരൊക്കെയാണ് എന്നതാണ് ചോദ്യം. ഉത്തരം വമിൻഹും അഹ്മദ് ഷൗക്കി, അതിൽപ്പെട്ടതാണ് അഹ്മദ് ഷൗക്കി ഉണ്ടായിരുന്നു. വഹാഫിൽ ഇബ്രാഹിം ഉണ്ടായിരുന്നു. അഹ്മദ് മുഹിരിം ഉണ്ടായിരുന്നു. അലി ജാരിം, ഈ ആളുകളൊക്കെ ആയിരുന്നു ഇഹ്യാഇ വൽ ബഅസിൽ ആ ഒരു മദ്രസയിൽ ഉണ്ടായിരുന്ന ആളുകൾ. നാലാമത്തെ ചോദ്യം. മാഹിയ അബ്റസുൽ മവാദിഉ അല്ലത്തി തനാവലത് ഖസായിദ് ശുഅറാ മദ്രസത്ത് അപ്പോളോ. മദ്രസത്ത് അപ്പോളോയുടെ കവികൾ അവരുടെ കവിതയിൽ കൈകാര്യം ചെയ്തിരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതാണ്. ഉത്തരം നല്ലമു ഷിയർ, അവർ കവിത രചിച്ചു. ഫി മുഖ്തലിഫിൽ ഫുനൂനി, വ്യത്യസ്തമായ ഫന്നുകളിൽ. മിനർ റൊമാൻറ്റിസിസം, അതുപോലെ റംസി സിംബലിസം, വൽ വാഖിഇ, അതുപോലെ റിയലിസം പോലെയുള്ള ഫന്നുകളിലൊക്കെ അവർ കവിത രചിച്ചിട്ടുണ്ട്. വലാകിൻ, എങ്കിലും അഗ്ലബ ശിഅറുഹും അവരുടെ കവിതയിൽ ഭൂരിഭാഗവും, അതിൽ മികച്ചു നിന്നിരുന്നത് യദൂറു ഹൗല മൗളൂഇനി 2 വിഷയങ്ങളിലായിരുന്നു. അത് അത്തൊബിഅത്തു വൽ ഹുബ്, പ്രകൃതി അതുപോലെ സ്നേഹം, ഇതിനെ കുറിച്ചൊക്കെ ആയിരുന്നു അതിൽ കൂടുതലായിട്ടുണ്ടായിരുന്നത്.
അഞ്ചാമത്തെ ചോദ്യം ഉദ്കുർ തഫാസീൽ ബി തഅസീസി റാബിത്തത്തുൽ കലമിയ. റാബിത്തത്തുൽ കലമിയയുടെ സ്ഥാപനമായി സംബന്ധിച്ച് ചില വിശദാംശങ്ങൾ എഴുതുക എന്നതാണ് ചോദ്യം. ഉത്തരം ഇഹ്ദൽ ജംഇയ്യാത്തുൽ അദബിയ, സാഹിത്യ കൂട്ടായ്മയിൽപ്പെട്ട ഒരു കൂട്ടായ്മയാണ്. അല്ലത്തി അസ്സസഹ, അത് സ്ഥാപിച്ചിട്ടുള്ള നുഖ്ബത്തു മിനശ് ശുഅറാഇൽ അറബ്, അറബ് കവികളിൽ നിന്നുള്ള ഒരു സംഘം ആളുകളാണ്. അല്ലദീന ഹാജർ, അവർ ഹിജറ പോയി മിൻ ഷാമിൽ നിന്ന് ഇല അമേരിക്ക ഷിമാലിയ, വടക്കേ അമേരിക്കയിലേക്ക്. തഅസ്സസത്ത് റാബിത്തത്തുൽ കലമിയ സ്ഥാപിച്ചു ഫി മദീനത്തി ന്യൂയോർക്കിൽ 1920 മീലാദി 1920. വക്കാന ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ആയിരുന്നു റയീസുൽ അവൽ, അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. ആറാമത്തെ ചോദ്യം ഉദ്കുർ അർബഅത്തു മിൻ ആസാരി അഹ്മദ് ഷൗക്കി അൽ അദബിയ. അഹ്മദ് ഷൗക്കിയുടെ സാഹിത്യപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ രചനകളിൽ നിന്ന് 4 പറയാനും വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് മസ്റഹു ക്ലിയോപാത്ര, വ മജ്നൂൻ ലൈല, വ കംബീസ്, വ അലി ബക്കൽ കബീർ, വ സിത്തു ഹുദ. ഏഴാമത്തെ ചോദ്യം മാ മൗലു ഖസീദത്ത് ഫത്തിഷ് ലി ഖൽബിക ലി മീഖായിൽ നുഈമ. മീഖായിൽ നുഈമയുടെ ഫത്തിഷ് ലി ഖൽബിക എന്ന് പറയുന്ന കവിതയുടെ വിഷയം എന്താണ്, അതിലെ മൗലു എന്താണ് എന്നതാണ് ചോദ്യം. ഉത്തരം അൽ ഖസീദത്തു തതഹദ്ദസു അനി തജ്രിബത്തിൽ ഹസീന, ദുഃഖകരമായ അനുഭവത്തെ കുറിച്ച് സംസാരിക്കുന്നതാണ് കവിത. ലിശഖ്സില്ലദി, ഒരു വ്യക്തിയുടെ, അല്ലദി യാനി, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം കഷ്ടപ്പെടുന്നുണ്ട്, മിനൽ വഹദത്തി, അദ്ദേഹത്തിന്റെ ഒറ്റപ്പെടൽ കാരണം, വല്ലിയാഹി, അദ്ദേഹത്തിന്റെ നഷ്ടമാകൽ കൊണ്ട്, ഫിൽ ഹയാത്തി, ജീവിതത്തിൽ, ബിദൂന വുജൂദിൻ സ്വദീഖിൻ ഹഖീഖിൻ, ഒരു യഥാർത്ഥ സുഹൃത്ത് ഇല്ലാത്തതിനാൽ, യുഖദ്ദിമു ലഹു, അദ്ദേഹത്തിനെ നയിക്കുന്ന, അദ്ദേഹത്തിന് നൽകുന്ന ഒരാള്, അദ്ദഅമി വത്തൗജീഹ്, പിന്തുണയും അതുപോലെ മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുന്ന ഒരു യഥാർത്ഥ സുഹൃത്തില്ലാത്തതിനാൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ആ ഒരു കവിതയിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഉദ്കുർ ഇസ്നൈനി മിനൽ ജവായിസില്ലത്തി ഹസല അലൈഹ അഡോണിസ്. ഒരു കവിയായിട്ടുള്ള അഡോണിസ്, അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രൈസുകൾ, ജായിസത്തുകളിൽ നിന്ന് 2 പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്താണ് ജായിസത്തു ബ്ലാത്തീർ ഫി ഇറ്റാലിയ 1971 ലഭിച്ചിട്ടുള്ളത്. മറ്റൊരു ജായിസത്താണ് ജായിസത്തു കുമാരനാശാനുൽ ആലമിയ അൽ ഷിഅർ 2015 ലഭിച്ചിട്ടുള്ളത്. ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു കവിയാണ് അഡോണിസ്. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടക്കുകയാണ്. അജിബ് അൻ സിത്തത്തി മിനൽ അസ്ഇലത്തിൽ ആതിയ ഫി നിസ്ഫി സഫഹത്തിൻ ലികുല്ലി സുആലിൻ 5 അലാമാത്ത്. താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് 6 ഉത്തരം എഴുതാനാണ്, അര പേജിലായിട്ട്. ഓരോ ചോദ്യത്തിനും 5 മാർക്ക് വീതമാണ് ലഭിക്കുക. അങ്ങനെ 30 മാർക്ക് വരെയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുക. അതിൽ ഒന്നാമത്തെ ചോദ്യം വരുന്നത് അശ്ശഅറുൽ ഹുർറ് വ അഹമ്മു സിമാതിഹി ഉക്തുബ് ഫിക്റത്തൻ. ഷിഹറുൽ ഉർറിനെ കുറിച്ചും അതിന്റെ പ്രധാനപ്പെട്ട ഗുണവിശേഷണങ്ങൾ എന്തൊക്കെയാണെന്നതാണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഖുബൈലൻ നിസ്ഫു സാനി മിനൽ ഖർനിൽ 20ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയുടെ തൊട്ടു മുമ്പ് നശഅ നൗഉൻ ജദീദുൻ മിനശ്ശഅരി, കവിതയിൽ നിന്നുള്ള ഒരു പുതിയ ഇനം വളർന്നു വന്നു. അൽ അറബി കവിതയുടെ. ഫി മുഹാവലത്തിൻ ലിൽ ഖുറൂജി, പുറത്തു പോകാൻ ശ്രമിച്ചുകൊണ്ട്, മിൻ ഖാലിബി ശിഅരിൽ അറബിൽ മുഅ്താദി, പതിവായിട്ടുള്ള അറബി കവിതയുടെ ഒരു ശൈലിയിൽ നിന്ന്. ഹുവ മാ സുമ്മിയ, അതിന് പേര് വെക്കപ്പെട്ട ബി ശിഅരിൽ ഹുർ, ഷിഅറുൽ ഹുർ എന്ന പേരാണ് അത് വെച്ചിട്ടുള്ളത്. ഔ ഷിഅറു തഫ്ഈലിയ, അല്ലെങ്കിൽ ഷിഅറു തഫ്ഈലിയ എന്ന പേരുണ്ട്. ഔ ഷിഅറുൽ മുർസൽ, അല്ലെങ്കിൽ ഷിഅറുൽ മുർസൽ എന്ന പേരിലും അത് അറിയപ്പെടുന്നുണ്ട്.
വആദിഹിൽ മദ്രസത്തു, ഈ ഒരു മദ്രസ മിൻ അഹമ്മിൽ മദാരിസ് ശിഅരിയത്തിൽ ഹദീസ, ആധുനിക കവിതാ മദ്രസകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മദ്രസയാണ്. വകാനത്ത് ഊലൽ കസായിദ ഹുറത്തുൽ വസിനി, സ്വതന്ത്രമായ കവിതകളിൽ ഒന്നാമത്തെ കവിതയായിട്ട് എണ്ണപ്പെടുന്ന കസീദത്തുൽ കോളറ എന്ന് പറയുന്ന കവിതയാണ് ലിനാസിക്കുൽ മലായിക സന 1947 മീലാദി, 1947 നാസിക്കുൽ മലായിക എഴുതിയ കോളറയാണ് അതിലെ ഒന്നാമത്തെ കവിതയായിട്ട് എണ്ണപ്പെടുന്നത്. വമിൻ അബ്രദി സിമാത്തിൽ ഫന്നിയൽ ഷെയറുൽ ഹുറിന്റെ പ്രധാനപ്പെട്ട ഗുണവിശേഷങ്ങളിൽ പെട്ടതാണ് എഴുത്തിമാദു നിലാമി തഫ്ഈലിയ. അവര് തഫ്ഈലിയ സിസ്റ്റത്തെ എന്ത് ചെയ്യുന്നുണ്ട്, അവര് പരിഗണിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അത്തഹറുറു മിന തഫ്ഈലാത്തിൽ അറൂദിയ, കവിതാശാസ്ത്രത്തിലെ തഫ്ഈലിയകളിൽ നിന്നും സ്വതന്ത്രമായതാണ്. അൽ മുതആരിഫി അലൈഹ, അറിയപ്പെട്ടിട്ടുള്ള ഫിൽ ഖസീദത്തിൽ അറബിയ, അറബി കവിതയിൽ ഫി കുല്ലി സത്രിൻ, എല്ലാ വരികളിലും ഇതുപോലെ തഫ്ഈലിയകൾ വരുന്നതിൽ നിന്നും സ്വതന്ത്രമായതാണ്. ചില വരികളിൽ തഫ്ഈലിയ ഉണ്ടാവാറുണ്ട്, ചില വരികളിൽ തഫ്ഈലിയ ഇല്ലാതെയും വരാറുണ്ട്. തഷ്കീൽ സൂവർ ഷഅരിയത്തിൽ ജദീദ, പുതിയ കവിതാ ചിത്രീകരണത്തിന്റെ ഒരു രൂപമാണുള്ളത്. വൽ ഇക്സാറു മിൻഹ, അധികവും അങ്ങനെ ആ ഒരു രൂപത്തിലാണ്, പുതിയൊരു രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. അദമു തഖയ്യിദ് ബി വഹദത്തിൽ ഖാഫിയ, ഒരേ കാഫിയ പാലിക്കാതിരിക്കുന്ന ഒരു സിസ്റ്റമാണുള്ളത്, ഒരു രീതിയാണുള്ളത്. എല്ലാത്തിലും കാഫിയ ഒന്നായിരിക്കണമെന്നില്ല. അൽ ഇഹ്തിമാം, അവര് പ്രാധാന്യം നൽകുന്നുണ്ട് ബി റുമൂസി, സിംബലുകൾക്ക്, വൽ അസാത്തീറു ദീനിയ, അതുപോലെ മതപരമായ മിത്തുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രാധാന്യം നൽകുന്നു. ഇസ്തിഖ്ദാമു ലുഗത്തുൽ ഹയാത്തിൽ യൗമിയ, ആധുനിക ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിലെ ഭാഷയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. വൽ ബുഅദ് അനിൽ ഇൻഷിആലി, അവര് ജോലിയാകുന്നതിനെ തൊട്ട് ദൂരെ നിൽക്കുന്നുണ്ട്. ബി ജസാലത്തിൽ അൽഫാലി, വാചാലമായ ലഫ്ലുകളെ കൊണ്ട് ജോലിയാകുന്നതിൽ നിന്നും വിട്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ളുഹൂറുൽ വഹ്ദത്തിൽ ഉൾവിയ ബിശക്ലിൻ കബീറിൻ ഫിൽ ഖസായിദ്, കവിതയിൽ വലിയൊരു രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഏകീകരണത്തെ അവരെന്ത് ചെയ്യുന്നുണ്ട്, വെളിവാക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ബാക്കി ചോദ്യങ്ങൾ അടുത്ത പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്യും. ഇനി ഇതിലെ പ്രധാനപ്പെട്ട കവിതകളെ കുറിച്ചാണ്, കവിതകൾക്ക് ശറഹ് ചെയ്യാനുള്ള ചോദ്യങ്ങളാണ് ഇതിന് ശേഷമുള്ളത് വരുന്നത്. അത് അടുത്ത വീഡിയോയിൽ ചെയ്യും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.